നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് SQL ക്ലോസസ് ആണ്. SQL ക്ലോസസ് നമ്മൾ ഉപയോഗിക്കുന്നത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ ഫിൽട്ടർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടാബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും. എനിക്കിതിൽ ഇനി എറണാകുളം എന്ന് പറയുന്ന ഭാഗത്തുള്ള എറണാകുളം പ്ലേസ് ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് കാണേണ്ടതെങ്കിൽ ഞാൻ സെമിക്കോളൻ ഒഴിവാക്കി താഴോട്ട് വരുന്നു. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടാബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. വെയർ നമുക്ക് പ്ലേസ്, നമ്മുടെ ഫീൽഡ് നെയിം പ്ലേസ് ഈക്വൽ ടു സിംഗിൾ കോട്ടിനുള്ളിൽ നമ്മൾ എറണാകുളം എന്ന് കൊടുക്കുന്നു. എറണാകുളം. ശേഷം നമ്മൾ സെമിക്കോളൻ കൊടുത്ത് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളം എന്ന പ്ലേസ് ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്ത് കാണാൻ സാധിക്കും. 3 ആളുകളുണ്ട്. എറണാകുളം എന്ന് പറയുന്ന ഭാഗത്തുള്ളത് 3 ആളുകളുണ്ട്. ഇത്തരത്തിൽ വെയർ എന്ന് പറയുന്ന ക്ലോസ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ നമുക്ക് 20 വയസ്സായ ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് കാണേണ്ടതെങ്കിൽ നമ്മളിവിടെ ഏജ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 വയസ്സുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് മാത്രം ലഭിക്കും. അതുപോലെ നമുക്ക് 20 വയസ്സിന് താഴെയുള്ളവരുടെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെങ്കിൽ ഏജ് ലെസ് ദാൻ 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയുള്ളവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. നിങ്ങൾക്കൂടെ നോക്കിയാൽ കാണാം എല്ലാവരുടെയും ഏജ് 20-ൽ താഴെ ആയിരിക്കും. അതുപോലെ ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. ഈക്വൽ ടു 20 ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.